ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് കൊടുക്കുക, അതാണ് നമ്മുടെ ഏത് അമ്മമാരുടെയും ഉദ്ദേശം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണു, കുറച്ച് വെണ്ടയ്ക്ക വീട്ടിലുണ്ടായി, അതൊന്ന് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു കടായി എടുത്തു, അതിലേക്ക് അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്രഷാണ്. പിന്നെ വെണ്ടയ്ക്ക ഞാൻ ഓൾറെഡി കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കണ്ട, ഇളക്കി കൊളാവണ്ട. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. കാരണം വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പതുക്കെ അത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ചതച്ച മുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഫ്രണ്ട്സ്, എൻ്റെ ലെഫ്റ്റ് കൈ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ലെഫ്റ്റ് കൈ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ് കൈ വെച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉപ്പേരി എന്ന് പറയാൻ പറ്റില്ല, ഒരു മെഴുക്ക് പുരട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നൊരു വെണ്ടയ്ക്ക. അതാണ് വെണ്ടയ്ക്ക റെസിപ്പി. അങ്ങനെ ഈസി റെസിപ്പിയാണ്. വേറെ ഒരു ചേരുവകളൊന്നും വേണ്ട. ജസ്റ്റ് ഈ 2-3 പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി എണ്ണയും പിന്നെ എന്താ വെണ്ടയ്ക്കാൻ ചെന്ത്. ഇപ്പോൾ വെണ്ടയ്ക്ക തന്നെ വേണമെന്നില്ല, കോവയ്ക്കോ അച്ചിങ്ങിയോ അമരപ്പയറോ കൊത്തമ്പരോ എന്ത് വേണമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% ഷുവറാണ് കുട്ടികൾ കഴിച്ചിരിക്കും. ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കണം എന്നില്ല, നമുക്കല്ലാണ്ടും ഒരു പിഞ്ഞാണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ അവർ കഴിക്കും. അപ്പം ഞാൻ എൻ്റെ മകൾക്ക് സൂപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം, വേറൊരു വീഡിയോയിൽ എടുത്ത് കാണിക്കാം എങ്ങനെ സൂപ്പായിട്ട് കൊടുക്കാമെന്നുള്ളത്. അത് അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാം, എന്നിട്ട് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ഈസി റെസിപ്പിയാണ്. നമ്മുടെ വെണ്ടയ്ക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, സീ യു അഗെയിൻ, ബൈ.